പക്ഷെ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ എന്താണോ ഒരു കാര്യം തീരുമാനിച്ചത് അത് തന്നെ നടത്തും. അത് വേറെ ആര് പറഞ്ഞാലും രക്ഷയില്ല. അതെ, ചേട്ടൻ ഒരാഗ്രഹം ചേട്ടൻ ഉണ്ടെങ്കിൽ അത് ചേട്ടൻ നടത്തിയിരിക്കും. അത് ഞാനല്ല ആരും എതിർത്തിട്ടും കാര്യമില്ല. അപ്പൊ ചേട്ടന് സുരേഷ് ഗോപി ഇത് പറഞ്ഞപ്പോ ചേട്ടന്റെ തലയിൽ ഇത് കേറി സിനിമയില് ശോഭിക്കും എന്നുള്ളൊരു സാധനം. പക്ഷെ എനിക്കറിയാം ചേട്ടൻ അഭിനയിക്കാൻ അറിയില്ല. അത് ഇത്ര അപ്പൊ ഞാൻ പറയും ഇത് ചേട്ടനെ പറ്റിയ പണിയല്ല. ഇത് പറഞ്ഞു കൊടുക്കുമ്പോ മനസ്സിലാവില്ല. നീ മാത്രം എന്നെ തളർത്തുക, ബാക്കി എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുക. സാധാരണ വേറെ വല്ല ഭാര്യമാരാണെങ്കിൽ എന്നെ എന്തോരം പ്രോത്സാഹിപ്പിച്ചേന്നൊക്കെ പറയാം എന്നോട്. അപ്പൊ ഞാൻ പറയും എനിക്ക് ചേട്ടനെ അറിയാവുന്നതുകൊണ്ടാ പറയണേ, ചേട്ടനെ പറ്റിയ പണിയല്ലത്, ചേട്ടൻ അഭിനയിക്കാൻ അറിയില്ല. അത്രയും ചേട്ടൻ നിഷ്കളങ്കനാണ്, ചേട്ടനെ കൊണ്ട് അത് അഭിനയിക്കാണ് എന്ന് മനസ്സിലാവും. എന്നിട്ട് ആള് ഇതൊന്നും അറിയാണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കും. അപ്പൊ ഈ ഓരോ പ്രൊഡക്ഷൻ കൺട്രോളർമാരൊക്കെ വിളിക്കും, നിന്റെ സിനിമയിൽ ഡയലോഗുള്ള റോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. അപ്പോഴേ ഞാൻ പറയും ഡയലോഗുള്ള റോൾ അഭിനയിക്കാൻ എത്രയോ നല്ല നടന്മാരുണ്ട്, എന്നിട്ട് ചേട്ടനെ വിളിച്ചവര് ചെയ്യിപ്പിക്കണം. എന്നിട്ട് പോവും അവിടെ ഇങ്ങനെ വരുന്ന ഈ ക്രൗഡിൽ നിൽക്കാനുള്ള വല്ല റോളായിരിക്കും, അവിടെ നിൽക്കും, 500 രൂപയും വാങ്ങിച്ചു പോരും. ഇതാണ് ചെയ്യാറ്. അങ്ങനെ പിന്നെ ഓരോ ഓഡിഷനുകൾക്ക് പോകും. സിനിമയിലേക്ക് ആളെടുക്കുന്നുണ്ട്, പുതുമുഖങ്ങളെ വേണം പറഞ്ഞിട്ടുള്ള ഓഡിഷന് പോകുമ്പോൾ അവര് ഓരോ അഭിനയിച്ച് കാണിക്കാൻ പറയുമ്പോൾ ചേട്ടനും അറിയണില്ല. അപ്പോഴാണ് ഈ ഇവിടെ അഭിനയം പഠിപ്പിക്കുന്നുണ്ട്, നാടകം പഠിപ്പിക്കേണ്ടത്, അങ്ങനെയാണ് അവിടെ പോയത്. അപ്പൊ അതിലും വലിയ വഴക്കായി. എന്നും വഴക്കാ. എല്ലാ ഞായറാഴ്ചകളും ക്ലാസ്സിന് സൺഡേ തിയേറ്ററാണ്. പോകുമ്പോ നാടകത്തിന് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊരു നാണക്കേടാന്നാ ഈ നാടകം. അപ്പൊ എന്റെ അമ്മായി ഒരു ദിവസം എന്നോട് പറഞ്ഞു, അജു നാടകത്തിന് പോവാണോ? നമ്മുടെ വീടിന്റെ അടുത്തേ ഒരു ചെക്കൻ നാടകത്തിന് പോയി ഒരു നാടകക്കാരിനെയും കൊണ്ടുപോയി. അല്ല അങ്ങനെയൊക്കെ കേൾക്കുമ്പോ നമുക്ക് അതാണ് ഉള്ളിലിട്ട ചേച്ചിയുടെ പേടി. അതാണ്